നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തീസ് എല്ലാം തന്നെ ഇതുപോലെ ബലൂണ് പോലെ പഫി ആയിട്ട് വന്നാലോ? അപ്പം ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഫി ചപ്പാത്തീസ് ഉണ്ടാക്കുക എന്നുള്ളതിന്റെ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി എടുക്കുക. ഞാനൊരു പ്രത്യേക ക്വാണ്ടിറ്റി പറയുന്നില്ല. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കുറച്ചായ വെള്ളം ഇതുപോലെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതൊക്കെ എല്ലാരും ചെയ്യുന്നതല്ലേ, ഇതിലിപ്പോ എന്താ ഇത്ര പ്രത്യേകത എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ മാവിലേക്ക് വെള്ളം ഡയറക്റ്റ് ആയിട്ട് ഒഴിക്കരുത്. പകരം കൈ ഇതുപോലെ നനച്ചതിന് ശേഷം വീണ്ടും കുഴയ്ക്കാം. ഒരല്പം വെള്ളം മുന്നിൽ നിന്നോട്ടെ, മാവ് തീരെ ഡ്രൈ ആയി പോകരുത്. ഇനി കൗണ്ടർ ടോപ്പിലിട്ട് ഒരു 10-15 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. മാവ് നല്ല സോഫ്റ്റ് ആവാനാണ്. ഇനി ഒരല്പം എണ്ണ കയ്യിൽ തടവി മാവിൽ ഇതുപോലെ പെരട്ടിയിട്ട് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി ഓരോ ഉരുളകളും കൈകൾക്കിടയിൽ വെച്ച് ചെറിയ ഫോഴ്സ് കൊടുത്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കണം. വെള്ളം കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓരോ ഉരുളകളുടെയും സൈഡ് നോക്കിയാൽ മതി. സ്ക്രാച്ച് ഒന്നും ഇല്ലെങ്കിൽ വെള്ളം കറക്റ്റ് ആയിരിക്കും. വെള്ളം കുറച്ച് കുറവാണെങ്കിൽ ഉരുളകളുടെ സൈഡ് വിണ്ട് കീറിയതുപോലെ ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ചപ്പാത്തി പരത്തുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൊടിയിലേക്ക് ഇടുമല്ലോ, അപ്പോൾ പൊടിയോട് കൂടി നമ്മൾ പരത്താനായിട്ട് പാടില്ല. പൊടി ഇതുപോലെ നന്നായിട്ട് തട്ടിക്കളഞ്ഞതിന് ശേഷം വേണം പരത്തിയെടുക്കാൻ. ഇനി ചപ്പാത്തി ചുട്ടെടുക്കാം. തവി കൊണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. സൈഡ് നന്നായിട്ട് വേവാൻ വേണ്ടിയാണ്. ഇത്രയും ബബിൾസ് വന്നു കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം. ചപ്പാത്തി ചെറുതായിട്ട് പൊങ്ങി വരുന്നുണ്ടല്ലേ, ഇനി ഒന്നുകൂടെ തിരിച്ചിടാം. ഇനി നമുക്ക് ചപ്പാത്തി എടുത്ത് ഡയറക്റ്റ് ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത്. ഒന്നുകിൽ ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇടുക. അത് നിങ്ങളുടെ സ്റ്റൗവിന്റെ ഫ്ലെയിമിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ ചുട്ട ചപ്പാത്തി നിങ്ങൾ ഏത് പാത്രത്തിലേക്കാണോ ഇടുന്നത് ആ പാത്രത്തിന്റെ അടിയിൽ ഇതുപോലെ ഒരു തുണി ഇടുക. നമ്മൾ അടച്ചു വെച്ചാലും ആവി മൂലം ഉണ്ടാകുന്ന വെള്ളം ഈ തുണി അബ്സോർബ് ചെയ്തോളും. ചപ്പാത്തി മോശമാവാതെ ഇരിക്കും. ഈ ചപ്പാത്തി റെസിപ്പിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ലിറ്റിൽ വീഡ്സ് എന്ന് എഴുതിയതിന്റെ തൊട്ട് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാം.